റഷ്യക്കിട്ട് പണി കൊടുക്കാൻ ഉറച്ചു തന്നെയാണ് ട്രംപ്. റഷ്യക്കടുത്ത് 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനാണ് ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന് മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് US ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചത്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും റഷ്യ തോറ്റുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. വലിയ ഭീഷണിയൊന്നും വേണ്ട, ആവശ്യമായ അന്തർവാഹിനികൾ തങ്ങളുടെ കയ്യിലുമുണ്ടെന്നാണ് റഷ്യ തിരിച്ചടിച്ചത്. അമേരിക്കൻ അന്തർവാഹിനികളെക്കാൾ കൂടുതൽ അന്തർവാഹിനികൾ തങ്ങൾക്കുണ്ടെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭീഷണി മൈൻഡ് ചെയ്യണ്ട എന്നുള്ള നിലപാടാണ്. കണക്കുകൾ നോക്കിയാൽ US-നേക്കാളും കൂടുതൽ ആണവ അന്തർവാഹിനികൾ റഷ്യക്ക് ഉണ്ട് താനും. US-ന്റെ 14 ഓഹിയോ ക്ലാസ് ആണവ അന്തർവാഹിനികളിൽ ഓരോ അന്തർവാഹിനികൾക്കും 4600 മൈൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനും സാധിക്കും. എന്നാൽ 54 ആണവ അന്തർവാഹിനികളാണ് റഷ്യയുടെ ശക്തി. ട്രംപ് ഇപ്പോൾ റഷ്യയെ ചൊറിയാനുള്ള പ്രധാന കാരണം ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ്. ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്, അതായത് 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഡെഡ് ലൈൻ കൊടുത്തിരുന്നു. ഇല്ലെങ്കിൽ പിഴ ചുമത്തുകയും ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത് വകവയ്ക്കാതെയാണ് റഷ്യ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ ആക്രമണം നടത്തിയത്. ഇതോടെ ട്രംപ് വീണ്ടും ഇടഞ്ഞു. ഇതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അന്തർവാഹിനികളുടെ വിന്യാസം. അതേസമയം റഷ്യയും വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. പരമ്പരാഗതമായി വലിയ ശക്തിയായി റഷ്യ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും US-മായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും പിന്നിൽ തന്നെയാണ്. ഇതിന് കാരണവും ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ്. പഴയ സോവിയറ്റ് യൂണിയനും ഇപ്പോഴത്തെ റഷ്യയുടെയും അഭിമാനമാണ് ബഹിരാകാശത്ത് അവർ കൈവരിച്ച നേട്ടങ്ങൾ. ഒരു കാലത്ത് ബഹിരാകാശത്തെ വൻ ശക്തിയായിരുന്നു റഷ്യ. ആദ്യ ബഹിരാകാശ യാത്ര ഉൾപ്പെടെ സാധ്യമാക്കിയ രാജ്യമാണ് റഷ്യ. ബഹിരാകാശ മേഖലയിലെ ധാരാളം ആധുനിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ യുദ്ധം തുടങ്ങിയപ്പോൾ US-ഉം മറ്റ് യൂറോപ്യൻ ശക്തികളുമായി വലിയ അകൽച്ചയിലായി. ഇത് റഷ്യയുടെ ബഹിരാകാശ അധീശത്വം താറുമാറാക്കാൻ കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശുക്രൻ ഉൾപ്പെടെ ഗ്രഹങ്ങൾ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ പദ്ധതികളെല്ലാം അവതാളത്തിലാണ്. ഇതിൽ പകുതി പ്രശ്നങ്ങൾക്കും കാരണം റഷ്യയുടെ തന്നെ നിലപാട് തന്നെയാണെന്ന് പറയണം. അക്രമാസക്തമായ നിലപാടാണ് പുടിന്റേത്. ഉക്രൈൻ സൈന്യത്തെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നിർജീവമാക്കണമെന്ന വിവാദ പരാമർശമാണ് നേരത്തെ തന്നെ കുഴപ്പത്തിലായിരുന്ന ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിയത്. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ അയക്കാനുള്ള US പദ്ധതി ആർട്ടിമിസിൽ റഷ്യ പങ്കുചേരുമെന്ന് കരുതിയിരുന്നെങ്കിലും ബന്ധം വഷളായപ്പോൾ ട്രംപ് കൈകൊടുത്തില്ല. ബഹിരാകാശത്ത് വലിയ ഒരു പെരുമയുള്ള രാജ്യമാണ് റഷ്യ. സ്പേസ് സ്റ്റേഷനുകളുടെ കാര്യത്തിലും അപ്രമാദിത്വം നിലനിർത്തിയിരുന്നു. 1971 ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. 3 കോസ്മോനോട്ടുകളെ വഹിക്കാൻ ശേഷിയുള്ള സല്യൂട്ട് 1-ൽ അൾട്രാവയലറ്റ് ടെലിസ്കോപ്പും ഉണ്ടായിരുന്നു. സല്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി രഹസ്യ സൈനിക ദൗത്യങ്ങളും റഷ്യയ്ക്കുണ്ടായിരുന്നു. സല്യൂട്ട് പദ്ധതികൾ 1982-ൽ അവസാനിച്ചു. സല്യൂട്ട് 7 എന്ന പദ്ധതിയാണ് അവസാനത്തേത്. റെഫ്രിജറേറ്ററുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് റഷ്യയുടെ ഏറ്റവും പ്രശസ്തമായ സ്പേസ് സ്റ്റേഷനായ മിർ ബഹിരാകാശത്തെത്തിയത്. 1986 മുതൽ 2001 വരെ മിർ ബഹിരാകാശത്ത് നിലനിന്നു. 1991 വരെ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയ്ക്കുമായിരുന്നു മിറിന്റെ നിയന്ത്രണമെങ്കിലും മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ യാത്രികർക്കും മിർ ആതിഥേയത്വം ഒരുക്കിയിരുന്നു. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് ആദ്യമെത്തുന്ന വ്യക്തി, ആദ്യമെത്തിയ വനിത എന്നീ റെക്കോർഡുകളും യൂറി ഗഗാറിനിലൂടെയും വാലന്റീന തെരഷ്കോവയിലൂടെയും റഷ്യ നേടിയിരുന്നു. 63 വർഷം മുൻപ് ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിച്ചത് റഷ്യയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം US-ഉമായുള്ള ബഹിരാകാശ മത്സരം കുറഞ്ഞെങ്കിലും റഷ്യ ഒരു ശക്തിയായി തന്നെ നിലനിന്നു. എന്നാൽ ഇപ്പോൾ നിറം കെട്ടിയിരിക്കുകയാണ്. ബഹിരാകാശ സൂപ്പർ പവർ എന്ന സ്റ്റാറ്റസ് തിരിച്ചുപിടിക്കാൻ ഇടയ്ക്ക് റഷ്യ വലിയ നടപടികൾ എടുത്തിരുന്നു. പല ഭാവി പദ്ധതികളുടെയും പണിപ്പുരയിലാണ് തങ്ങളെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്.